പൊടി വെച്ചുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അമൃതം പൊടി, സവാള, നമ്മുടെ ബ്രെഡ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അമൃതം പൊടി, സവാള ഇട്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരച്ചത്. ഇനി മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന്. ഗരം മസാലയോ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് ഞാൻ പൊടിച്ചെടുത്ത മസാലയാണ്, ഒരു സ്പൂൺ. ചെറിയ പിന്നെ കുരുമുളക് പൊടി എരിയൊക്കെ ആവശ്യത്തിന്. ഒരുപാട് എരി വേണ്ടവര് ഒരുപാട് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് എരി ചേർക്കണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ മിക്സ് ചെയ്തതിനകത്തേക്ക് ഒരു മുട്ട, നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഒരു മുട്ട ചേർക്കുക. നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് കുഴച്ച് എടുക്കേണ്ടത്. മാവിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. കട്ട്ലേറ്റിന്റെ ഷേപ്പിലേക്ക് കൈവച്ചിങ്ങനെ ബൗളുകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബാക്കി വെച്ചിരുന്ന ഒരു മുട്ട നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് നന്നായി ആക്കി എടുത്തിട്ട് നമ്മുടെ ബ്രെഡിന്റെ പൊടിയിൽ ആക്കിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ ബാക്കി മാവ് കൂടി അങ്ങനെ പരത്തി വെക്കാം. നമ്മളിതെല്ലാം നല്ല ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനേത് പാനിലിട്ട് വറുത്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായി. നമുക്കതിലേക്ക് പരത്തി വെച്ചിരിക്കണം അമൃതം പൊടിയുടെ ഇടാം. നമ്മൾ ചെറിയ തീയിൽ വെച്ചേക്കുവാണ്. ഇത് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിരിച്ച് നോക്കണം. ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.